അതി എന്തു പറയണു? ഉഷാറല്ലേ? ആ, നിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് നാളേക്ക് ഒരു വർഷം തികയാണ്. ഓർമ്മയുണ്ടോ നിനക്ക്? സുഹൃത്തുക്കളെ, ആദിയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വർഷം നാളത്തെ ദിവസമാണ് നമ്മൾ തുടങ്ങണത്. ഇത് തുടങ്ങണത് എങ്ങനെയാ വെച്ചെങ്കിൽ അത് ഒരു ഒരു എപ്പിസോഡായിട്ട് പറയണം. കാര്യം എന്താ വെച്ചെങ്കിൽ വളരെ ചുരുങ്ങിയ സൗകര്യത്തിൽ ജീവിച്ചു വരുന്ന ഒരു കുടുംബം ആണ് ആദ്യത്തെ. അച്ഛൻ ചെറിയൊരു ജോലിക്ക് പോകണം, അച്ചാച്ചൻ ഒരു രോഗഗ്രസ്തനായിട്ടുള്ള ഒരാളാണ്, പിന്നെ അമ്മ വീട്ടമ്മയാണ്. ചെറിയൊരു ജോലിക്ക് പോകുമായിരുന്നു, പക്ഷേ ഇവൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം അവർക്കും പോകാൻ പറ്റാതെയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ മണികണ്ഠൻ ചേട്ടനെ ഇവർ അപ്രോച്ച് ചെയ്യണത്. ഇവൻ്റെ ട്രീറ്റ്മെൻറ്റിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. മണികണ്ഠൻ ചേട്ടന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം അപ്പം തന്നെ അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തങ്കമണി ശങ്കുണ്ണിയുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ഒരു മീറ്റിംഗ് ഇവിടെ വിളിച്ചു. നമ്മുടെ നാട്ടിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് പൊതുപ്രവർത്തകനായിട്ടുള്ള ലാസർ മാഷെ കൺവീനറാക്കിക്കൊണ്ട് നമ്മൾ ഈ വീട്ടിൽ ഒരു ചെറിയൊരു കമ്മിറ്റി ഫോം ചെയ്തു. അന്ന് ആദ്യ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അമല എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന സംഖ്യ 35 lakhs ആയിരുന്നു. ഈ 35 lakhs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലെയുള്ളൊരു ചെറിയ ഗ്രാമത്തിന് നമുക്ക് എടുക്കാൻ പ്രതീക്ഷിക്കാൻ പറ്റണേക്കാളും വലിയ സംഖ്യയായിരുന്നു. എങ്കിലും നമുക്ക് നമ്മുടെ ആളുകളിലുണ്ടായിരുന്ന ഒരു വിശ്വാസം ആ ട്രീറ്റ്മെൻറ്റായിട്ട് മുന്നോട്ട് പോകാൻ ധൈര്യം തന്നു. അത് പിന്നീട് ഈ അമലയിലത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് ആസ്റ്റർ മെഡിസിറ്റിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ എസ്റ്റിമേറ്റഡ് എമൗണ്ടിൽ നിന്ന് ആക്ച്വൽ എമൗണ്ട് 46.5 ലക്ഷം രൂപയോളം എത്തിക്കഴിഞ്ഞു. എന്നാലും തളരാതെ തന്നെ അവരുടെ അച്ഛനും അമ്മയും വീട്ടുകാരും എല്ലാവരും തന്നെ നമ്മളിലെല്ലാവരിലും വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ശ്രദ്ധ ചെലുത്തിക്കൊണ്ടേയിരുന്നു. മാസങ്ങളോളം ഇവൻ ബാംഗ്ലൂരായിരുന്നു. ആസ്റ്റർ മെഡിസിറ്റിയിലത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആദിത നാട്ടിലെത്തിയിട്ടുണ്ട്. ആദിക്ക് നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് ആദിക്ക് അങ്ങനെ പറയാൻ വയ്യാത്തത് കൊണ്ട് ആദിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ആളുകൾ ഒന്ന് സർവേശ്വരനായ ദൈവത്തിനോടാണ്, പിന്നെ ആദിയുടെ അച്ഛൻ, അമ്മ, അച്ചാച്ചൻ, അതുപോലെ ഇളയച്ചൻ, പിന്നെ അവരുടെ കുടുംബാംഗങ്ങൾ, പിന്നെ അവൻ പഠിക്കുന്ന സ്കൂള് തിരൂർ സ്കൂള്, അവിടുത്തെ PTA പ്രസിഡന്റ് ജോൺസൺ തെക്കേക്കര ആൻഡ് ടീം, അതുപോലെ ഹെഡ് മിസ്സസ്മാർ, പിന്നെ അവണൂർ ശാന്ത ഹൈസ്കൂള്, പേരാമംഗലം ദുർഗാവിലാസം സ്കൂള്, അതുപോലെ എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് വെളപ്പായ സെൻറ് മേരീസ് പള്ളി വികാരിയച്ഛനും അവിടുത്തെ ഭക്തരും എല്ലാവരും തന്നെ കൈ കോർത്ത് പിടിച്ചിട്ടാണ് ആദിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ട ഫണ്ട് സ്വരൂപിക്കാൻ പറ്റിയത്. എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് ആദി 100% നമ്മുടെ സാധാരണ ലൈഫിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദി ഈ സമയത്തെല്ലാം തന്നെ ഓരോ കാര്യങ്ങൾ, പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുകയായിരുന്നു. അല്ലാണ്ട് എനിക്കിങ്ങനെ ഒരു വയ്യാത്തൊരു അസുഖം വന്നതെന്ന് പറഞ്ഞിട്ട് അപ്സെറ്റ് ആവുകയല്ല ചെയ്തത്. ആദി ബാംഗ്ലൂരിൽ നിന്നിട്ടായാലും ഈ വീട്ടിലത്തെ വളരെ ചെറിയ സൗകര്യത്തിൽ പോലും ഈ യൂട്യൂബ് ചാനൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം, എങ്ങനെ എഡിറ്റിംഗ് ചെയ്യാം എന്ന് സ്വയം ഇരുന്ന് പഠിച്ച് വളരെ ചെറിയ സൗകര്യത്തിൽ ആള് ഒരു യൂട്യൂബ് ഡിസൈനറായി മാറിക്കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഗുരുനാഥൻ ആദിയാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ബാംഗ്ലൂർ പോയതിന് ശേഷം ഫെയ്മ, അതായത് ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻസ്, അതിൻ്റെ ഭരണാധികാരികൾ, അതുപോലെ അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് പരമാവധി സഹായങ്ങൾ ചെയ്തിട്ടുള്ള ശ്രീ കേശവൻ അച്ചത്ത് മേനോൻ, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. എൻ്റെ പഴയ കാലത്തുള്ള ഡോംബുവിലി ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ആത്മാർത്ഥതയോട് കൂടിയിട്ട് സഹകരിച്ചിട്ടുള്ള ഒരാളാണ്, മാന്യദേഹമാണ്. അദ്ദേഹത്തിനോടും അതുപോലെ എല്ലാവരോടും ബാംഗ്ലൂർ കേരളീയ സമാജത്തിലത്തെ എല്ലാ അംഗങ്ങളോടും ഉള്ള നന്ദി ആദി അറിയിക്കുകയാണ്. ഇനി
വളപ്പായ ദേശവാസികളോട്, അതുപോലെ എല്ലാവരോടും, ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമിക്കണം. അത് മനഃപൂർവ്വമല്ല, ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ താങ്ക്സ്, ഒരിക്കൽ കൂടി നന്ദി.